أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكذلك أوحينا إليك روحا من أمرنا ما كنت تدري ما الكتاب ولا الإيمان ولكن جعلناه نورا نهدي به من نشاء من عبادنا وإنك لتهدي إلى صراط مستقيم. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, വേദിയിൽ സന്നിഹിതരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരലും ഈ ത്യാഗങ്ങളും പരിശ്രമങ്ങളുമെല്ലാം സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ആദ്യമായി ദുആ ചെയ്യുകയാണ്. ഏതാനും മിനിറ്റുകളിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ എന്ന വിഷയത്തെ സംബന്ധിച്ച് ചില പ്രധാനമായ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഈ അവസരത്തിൽ. സഹോദരങ്ങളെ, മനുഷ്യൻ്റെ മുമ്പിൽ ആധുനികവും പ്രാചീനവുമായ ഒട്ടേറെ ഗ്രന്ഥങ്ങളുണ്ട്. വിവിധ വിഷയങ്ങളിലുള്ള വിവിധ കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഗ്രന്ഥങ്ങൾ, കഥകളും കവിതകളും വൈജ്ഞാനിക ഗ്രന്ഥങ്ങളും മതദാർശനിക കൃതികളും അങ്ങനെ നീണ്ടുപോകുകയാണ് മനുഷ്യർ വായിച്ചു കൊണ്ടിരിക്കുന്ന, അതല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ലഭ്യമായ കൃതികൾ. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്
അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്തു നിന്ന് അള്ളാഹുവിൻ്റെ വഹയായി ഭൂവനത്തിലേക്ക് അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ എന്ന മഹനീയമായ ഗ്രന്ഥം, അത് ഞാനും നിങ്ങളും മുസ്ലിമീങ്ങളായതുകൊണ്ട് മാത്രം പറയുന്ന ഒരു കാര്യമല്ല, അതല്ലെങ്കിൽ ആ നിലക്ക് നമ്മൾ കാണുന്നതല്ല. ഇസ്ലാമിനെ സ്വീകരിക്കാതെ ഇസ്ലാമിനെ പുൽകാൻ അവസരം കിട്ടാത്ത ആളുകൾ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഗ്രന്ഥത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ അവർ നൽകിയ സാക്ഷ്യങ്ങളായി ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ നിലകൊള്ളുന്ന സത്യമാണത്. സഹോദരങ്ങളെ, നമുക്കറിയാം, ലോകത്ത് നിലകൊള്ളുന്ന മറ്റുള്ള ഗ്രന്ഥങ്ങളെക്കാളെല്ലാം ഒരുപാട് സവിശേഷതകളാൽ വേറിട്ട് നിൽക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ. ഖുർആനിൻ്റെ പ്രത്യേകതകൾ ധാരാളമാണ്, അത് മറ്റൊരു വിഷയവുമാണ്. പക്ഷേ വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ എന്ന വിഷയം നമ്മളിവിടെ ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഗ്രന്ഥം, അതിലെ ഓരോ വചനങ്ങളും അധ്യായങ്ങളും അവതരിക്കുന്നതോടെ അതിൻ്റെ തനി പകർപ്പായ ഒരു സമൂഹം വളർന്നു വരികയായിരുന്നു എന്നതാണ്. അത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ ഖുർആനിൻ്റെ ഏറ്റവും വലിയ ഒരു സവിശേഷതയാണ്. പരിപൂർണമായും മാനവരാശിക്ക് മുമ്പിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ തുല്യതയില്ലാത്ത ഒരു സമൂഹത്തിനാണ് അറേബ്യൻ അർദ്ധദ്വീപ് സാക്ഷിയായത് എന്ന് ചരിത്രമേറെ വിശദീകരിക്കാതെ തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഗ്രന്ഥം പരിപൂർണമായി അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ ഗ്രന്ഥത്തിലെ നിർദ്ദേശങ്ങളും അതിൻ്റെ ആശയങ്ങളും സന്ദേശങ്ങളും വളരെ പരിപൂർണമായ നിലക്ക് ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും അതിൻ്റെ തനി പകർപ്പായ ഒരു സമൂഹം ലോകത്ത് സാക്ഷിയായി എന്നത് എങ്ങനെ അത് സാധ്യമായി? എങ്ങനെയാണത് സംഭവിച്ചത്? അത് ഈ ഗ്രന്ഥത്തിൻ്റെ സവിശേഷതയായിരുന്നു. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സർവ്വമേഖലകളിലേക്കുമുള്ള കൃത്യമായ മാർഗദർശനം. എന്തിനാണ് മനുഷ്യ നീ ഈ ലോകത്തേക്ക് വന്നത്? അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ അതിനുള്ള മറുപടിയുണ്ട്. നിന്റെ മരണാനന്തരം ഇനി മറ്റുള്ള ജീവജാലങ്ങളെപ്പോലെ ജന്തുജാലങ്ങളെപ്പോലെ മരണമെന്ന അതല്ലെങ്കിൽ നാശമെന്ന ആ പോയിന്റിൽ ജീവിതം തീരേണ്ടവനാണോ മനുഷ്യ നിന്റെ ജീവിതം? കൃത്യമായ മാർഗദർശനം ഖുർആൻ നൽകുന്നു. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നീ ചെയ്യേണ്ട നന്മകളേതെല്ലാം വിശുദ്ധ ഖുർആൻ വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആശയക്കുഴപ്പമില്ല. നീ വിട്ടു നിൽക്കേണ്ട തിന്മകളേതെല്ലാം വളരെ കൃത്യമാണ് മാർഗദർശനം. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ വായിച്ചാൽ ഈ ആശയം വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എൻ്റെ സംസാരം ആരംഭിക്കുന്നതിന് മുൻപ് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്ന വളരെ പ്രധാനമായ 6 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം എൻ്റെ സംസാരം ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നോക്കൂ, നിങ്ങൾ വിവിധ അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, വിവിധ ആയത്തുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്ന ഒന്നാമത്തെ കാര്യം സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാം. ഈ ഗ്രന്ഥം ഹുദൻ ലിന്നാസ്, ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കും മാർഗദർശനമാണ് എന്ന്. ഒന്നാമത്തെ കാര്യമാണത്. സൂറത്തുൽ ബഖറയിൽ വിശുദ്ധ ഖുർആനിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നിടത്ത് ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് നമുക്കൊക്കെ മനപ്പാടമുള്ള ഒരു വചനമാണ്. അവിടെ എന്താ അല്ലാഹ് പറഞ്ഞത്? ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കുമുള്ള മാർഗദർശനമാണ് ഒന്ന്. രണ്ടാമതായി ഖുർആൻ സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞു,
ഈ ഗ്രന്ഥത്തിന്റെ സവിശേഷത ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, തീർച്ചയായും ഈ ഖുർആൻ യഹ്ദീ, അത് മാർഗദർശനം നൽകുന്നു, വഴി കാണിക്കുന്നു, ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക്. നോക്കൂ നിങ്ങൾ, ഏറ്റവും ചൊവ്വായ, ഏറ്റവും നേരായ, ഏറ്റവും സുന്ദരമായ ഏത് വ്യാഖ്യാനം നൽകിയാലും ഏത് പദങ്ങൾ ഉപയോഗിച്ചാലും അതിസുന്ദരവും ചൊവ്വായതുമായ ഉന്നതമായ പാതയിലേക്ക് ഖുർആൻ വഴി കാണിക്കുന്നു. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹ് ഖുർആനിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ്. 2. മൂന്നാമതായി ഖുർആൻ സൂറത്തു യൂനുസിൽ പരിചയപ്പെടുത്തിയത്, ഖുർആനിനെ സംബന്ധിച്ച് അല്ലാഹ് പറഞ്ഞത്, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഖദ് ജാഅതുകും മൗഇളതും മിർ റബ്ബികും, നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഒരു സാരോപദേശം ഇതാ വന്നിരിക്കുന്നു. ആ സാരോപദേശത്തിന്റെ പ്രത്യേകത വശിഫാഉൽ ലിമാ ഫിസ്സുദൂർ, അത് നിങ്ങളുടെ മനസ്സകങ്ങൾക്കുള്ള ശമനമാണ്, നിങ്ങളുടെ ഹൃദയങ്ങൾക്കുള്ള ശമനമാകുന്നു. അപ്പോൾ ഖുർആനിനെ സംബന്ധിച്ച് ഖുർആൻ തന്നെ, അതല്ലെങ്കിൽ അള്ളാഹു അവൻ്റെ കലാമിനെ സംബന്ധിച്ച് പറഞ്ഞത് എന്താണ്? അത് ശിഫയാണ്, അത് ശമനമാണ്, അത് ശരീരത്തിന് ശമനമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ പറഞ്ഞത് ഹൃദയങ്ങൾക്ക് അത് ശമനം നൽകുന്നു എന്നാണ്. 3. നാലാമത് അതേ ആയത്തിന്റെ അവസാനത്തിൽ തന്നെ അല്ലാഹ് പറഞ്ഞു, വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, അത് സത്യവിശ്വാസികൾക്ക് കാരുണ്യവും സന്മാർഗവുമാകുന്നു എന്ന്. അപ്പോൾ മുഅ്മിനീങ്ങൾക്ക് റഹ്മത്താണ് ഖുർആൻ. 4ാമത്തെ സംഗതി. 5ാമതായി വിശുദ്ധ ഖുർആൻ പറഞ്ഞു സൂറത്തു ശൂറയിൽ ഈ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം, ഖുർആൻ വകദാലിക ഔഹൈനാ ഇലൈക റൂഹം മിൻ അംരിനാ, വകദാലിക പ്രകാരം, ഔഹൈനാ ഇലൈക, നബിയെ നിങ്ങളിലേക്ക് ദാ നാം ദിവ്യബോധനമായി നൽകിയിരിക്കുന്നു, റൂഹം മിൻ അംരിനാ, നമ്മുടെ കൽപ്പനയിൽ നിന്നുള്ള ഏറ്റവും ചൈതന്യമായ ഒന്നിനെ. ഖുർആനെ സംബന്ധിച്ച് അല്ലാഹ് പറയാണ്, റൂഹാകുന്നു ഖുർആൻ. എവിടെയാണോ നിർജീവതയുള്ളത് അവിടെ ഊർജം പകരാൻ, ഏത് മനസ്സുകളാണോ മരവിച്ചു പോയത് അവിടെ കൃത്യമായി ഊർജം പകരാൻ, ആ മനസ്സുകൾക്ക് ജീവൻ നൽകാൻ വളരെ കൃത്യമായ റബ്ബ് അവതരിപ്പിച്ച അവൻ്റെ കലാമാകുന്നു, റൂഹാകുന്നു ഖുർആൻ. 5ാമതായി ഖുർആനെ സംബന്ധിച്ച് ഖുർആൻ പറയണം. 6ാമതായി അതേ ആയത്തിൽ തന്നെ അല്ലാഹ് പറഞ്ഞു, വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദീ ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ, വലാകിൻ ജഅൽനാഹു നൂറാ, ഈ ഗ്രന്ഥത്തെ നാം ഒരു പ്രകാശമാക്കി മാറ്റിയിരിക്കുന്നു. ഈ ഗ്രന്ഥം ഒരു പ്രകാശമാണ്. നഹ്ദീ ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ, നമ്മുടെ ദാസന്മാരിൽ നിന്ന് നാം ഉദ്ദേശിക്കുന്നവർക്ക് വിശുദ്ധ ഖുർആൻ കൊണ്ട് നാം വളരെ കൃത്യമായ ഹിദായത്ത് നൽകുന്നു. അപ്പോൾ ഇരുട്ടിൽ വെളിച്ചം പകരാനുള്ള മാർഗദർശന ഗ്രന്ഥമാണ് ഖുർആൻ. 6 കാര്യങ്ങളാണ് വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് മൊത്തമായി ഖുർആൻ പരിചയപ്പെടുത്തിയത്. ഏതെല്ലാമാണ് 6 കാര്യങ്ങൾ? 1 ഹുദയാണെന്ന് പറഞ്ഞു. 2 ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്കാണ് വഴി കാണിക്കുന്നതെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ 3ാമതായി ഖുർആൻ പറഞ്ഞു ഖുർആൻ ശമനമാകുന്നു എന്ന്. 4ാമതായി പറഞ്ഞു മുഅ്മിനീങ്ങൾക്കത് കാരുണ്യമാണെന്ന് പറഞ്ഞു. 5ാമതായി ഖുർആൻ പറഞ്ഞു അത് റൂഹാണ്, ചൈതന്യം നൽകുന്നതാണ്. 6ാമതായി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി അത് പ്രകാശമാണ്. ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് അന്ധകാരത്തിൽ മനുഷ്യൻ പ്രയാസപ്പെടേണ്ടി വരികയില്ല. അള്ളാഹുവിൻ്റെ ഗ്രന്ഥം മുറുകെ പിടിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് പ്രകാശം നൽകുന്ന ഗ്രന്ഥമാണ്. ഇനി സഹോദരങ്ങളെ, ഇന്ന് ഈ തർബിയ സെഷനിൽ നമ്മൾ സംസാരിക്കേണ്ട, നമ്മൾ ആലോചിക്കേണ്ട, കുറച്ചു നേരം നമ്മുടെ മനസ്സുകൾ ഉടക്കി നിൽക്കേണ്ട ഈ വിഷയവുമായി ഈ 6 കാര്യങ്ങളെ ഞാനും നിങ്ങളും ഒന്ന് ബന്ധപ്പെടുത്തുക. എന്താ ബന്ധപ്പെടുത്തേണ്ടത്? ഈ ഖുർആനും എൻ്റെ ജീവിതവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ ഖുർആനും ഇപ്പറഞ്ഞ 6 കാര്യങ്ങളുമായി എൻ്റെ ജീവിതത്തിന് എന്തു ബന്ധമാണുള്ളത്? ഖുർആൻ നൽകുന്ന ഹുദ എനിക്ക് ലഭിച്ചിട്ടുണ്ടോ? ഞാൻ എന്നോട് ചോദിക്കണം. എൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് ഞാൻ ആലോചിക്കണം. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ കുടുംബങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിക്കണം.
വിശുദ്ധ ഖുർആൻ ഉന്നതമായ മാർഗത്തിലേക്ക്, ചൊവ്വായ പാതയിലേക്ക് വഴി കാണിക്കുന്നു എന്ന് നമ്മെ പടച്ച നാഥൻ പറയുമ്പോൾ ആ ഖുർആൻ നൽകുന്ന നേരായ മാർഗദർശനം എനിക്ക് ലഭിച്ചിട്ടുണ്ടോ, എൻ്റെ മക്കൾക്ക് കിട്ടിയിട്ടുണ്ടോ, എൻ്റെ കുടുംബത്തിന് അത് ലഭ്യമായിട്ടുണ്ടോ? ഖുർആൻ ശമനമാണെന്ന് പറയുന്നു, ഖുർആൻ ശിഫയാണെന്ന് പറയുന്നു. മനുഷ്യന്റെ മനസ്സിൽ അടിഞ്ഞുകൂടിയ ഒരുപാട് രോഗങ്ങൾ, അല്ലേ, അസൂയ പോലെ, കിബർ പോലെ, നിഫാഖ് പോലെ, അതേപോലെ തന്നെ ശിർക്ക് പോലെ, മറ്റുള്ളവനോടുള്ള അടങ്ങാത്ത വിദ്വേഷവും വെറുപ്പും, അങ്ങനെ മനുഷ്യന്റെ മനസ്സ് മലിനമാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സമകാലിക ലോകത്ത് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഖുർആനിൻ്റെ അനുയായികളാണെന്ന്, ഞാൻ ഖുർആനിൻ്റെ ആളാണെന്ന് അവകാശപ്പെടുന്നവൻ്റെ മനസ്സും മലിനമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ സഹോദരാ, നീ ചിന്തിക്ക്, ഈ ശിഫ എനിക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന്, ഈ ശമനം എനിക്ക് കിട്ടിയിട്ടുണ്ടോ? എൻ്റെ മനസ്സിൻ്റെ സ്ഥിതി എന്താണ്? എൻ്റെ മനസ്സിൽ അസൂയ അടിഞ്ഞുകൂടിയിട്ടുണ്ടോ? എൻ്റെ മനസ്സിൽ നിഫാഖുണ്ടോ, കുഫറുണ്ടോ, ശിർക്കുണ്ടോ, അതേപോലെ തന്നെ ദുഷിച്ച ചിന്തകളുണ്ടോ? ആ നിലക്കുള്ള പ്രവൃത്തികൾ എൻ്റെ മനസ്സുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ടോ? പരിശോധിക്കപ്പെടേണ്ടതാണ്. ഖുർആൻ മുഅ്മിനീങ്ങൾക്ക് കാരുണ്യമാണ്, കാരുണ്യമാണ്, അല്ലേ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ, പ്രയാസമുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം കൊണ്ട് അവിടുന്ന് മന്ത്രിക്കുകയും അതിൻ്റെ കാരുണ്യവും അതുമായി ബന്ധപ്പെട്ട ബറക്കത്തുമെല്ലാം അവിടുന്ന് എങ്ങനെ നേടിയെടുക്കണമെന്ന് ജീവിതത്തിലൂടെ പഠിപ്പിച്ച യാഥാർത്ഥ്യമാണ്. അത് എനിക്ക് കിട്ടിയിട്ടുണ്ടോ? എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഖുർആനിലൂടെ എൻ്റെ കുടുംബത്തിനും എനിക്കും ചൈതന്യം നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ വിശുദ്ധ ഖുർആനിൻ്റെ പ്രഭ എനിക്ക് കിട്ടിയിട്ടുണ്ടോ? പ്രകാശം, ആ പ്രകാശത്തിൻ്റെ വിഷയത്തിൽ ഞാൻ എവിടെ? ഞാൻ ഖുർആനിൻ്റെ പ്രഭ ഉൾക്കൊണ്ടവനാണോ, അത് ലഭിച്ചവനാണോ, അതല്ല ഞാൻ അന്ധകാരത്തിലാണോ? പരിശോധിക്കപ്പെടേണ്ട സംഗതിയാണ്. ഈ 6 കാര്യങ്ങൾ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട്, എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ ഞാൻ ജീവിക്കുന്ന സാഹചര്യവുമായി ബന്ധപ്പെട്ട് എത്ര കണ്ട് വിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ അതുമായി ബന്ധമുണ്ട് എന്ന പരിശോധന, അത് വളരെ ഗൗരവമാണ് സഹോദരങ്ങളെ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ആത്മാർത്ഥമായി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. വളരെ ആത്മാർത്ഥമായി ഈ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും. എന്ത്? ഞാൻ ഇരുട്ടിൽ തന്നെയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ആ ഖുർആൻ നൽകുന്ന ഹിദായത്ത് നേടിയെടുക്കുന്ന കാര്യത്തിൽ ഞാനുമായി ബന്ധപ്പെട്ടവർക്ക്, അതല്ലെങ്കിൽ ഞാൻ അറിയുന്നവർക്ക്, എനിക്കുമായി ബന്ധമുള്ള ആളുകൾക്ക് തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ആത്മാർത്ഥമായി പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും. വിശുദ്ധ ഖുർആൻ നൽകുന്ന ഏറ്റവും വലിയ മാർഗദർശനം ഏതാണ്? ഖുർആൻ നൽകുന്ന ഏറ്റവും വലിയ ഹിദായത്ത് ഏതാണ്? വിശുദ്ധ ഖുർആനിലെ ധാരാളം വചനങ്ങളിലൂടെ ഖുർആൻ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപനം ഏതാണ്? ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കണം, ഇബാദത്ത് അവന് മാത്രം നൽകണം, അവനെ അറിയണം, അവൻ്റെ വിശേഷണങ്ങളും അവൻ്റെ നാമങ്ങളും അവൻ്റെ പ്രത്യേകതകളും അവൻ്റെ സവിശേഷതകളും അറിയണമെന്നതിലേക്കുള്ള സൂചനകളും വിശദമായ വിശദീകരണങ്ങളുമല്ലേ ഖുർആനിൻ്റെ താളുകൾ മറിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾ ആത്മാർത്ഥമായി പരിശോധിക്ക്. വിശുദ്ധ ഖുർആനിൻ്റെ ഒരായത്ത്, അതല്ലെങ്കിൽ ഒരു പേജ് മറിച്ചാൽ റബ്ബിൻ്റെ എത്ര നാമങ്ങൾ നമുക്ക് കാണാൻ കഴിയും? അള്ളാഹുവിൻ്റെ എത്ര നാമങ്ങൾ കാണാൻ കഴിയും? അള്ളാഹുവിൻ്റെ എത്ര വിശേഷണങ്ങൾ കാണാൻ കഴിയും? റബ്ബിനെ പരിചയപ്പെടുത്തുന്ന വിഷയത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ വിശദീകരിച്ചത് കാണാൻ കഴിയും? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹദീസുകൾ എണ്ണിപ്പറഞ്ഞ ആ നാമങ്ങളെ സംബന്ധിച്ച് നമുക്ക് എന്ത് വിവരമാണുള്ളത്? നാം എന്ത് പഠിച്ചു അതിനെ സംബന്ധിച്ച്? ഇല്ലേ, ഇന്നലില്ലാഹി 99 ഇസ്മാ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 99 നാമങ്ങളുണ്ട്. ആരാണോ അത് ആരാണോ അതിൻ്റെ മഅന മനസ്സിലാക്കി, അതിൻ്റെ ആശയം മനസ്സിലാക്കി അത് ഹിഫ്ളാക്കുന്നത്, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നല്ലേ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? റബ്ബിൻ്റെ നാമങ്ങൾ, അതിൻ്റെ ആശയം അറിഞ്ഞുകൊണ്ട് എത്ര കണ്ട് നമുക്ക് മനപ്പാടമുണ്ട്. അള്ളാഹുവിനെ ഏത് നിലക്ക് നാം മനസ്സിലാക്കി കഴിഞ്ഞു? അവൻ്റെ വിശേഷണങ്ങൾ നാം എങ്ങനെയാണ് പഠിച്ചത്? റബ്ബിനെ അറിയുന്ന കാര്യത്തിൽ നമ്മുടെ സമീപനം എങ്ങനെയാണ്? ഇത് ഞാനും നിങ്ങളും ചിന്തിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം
അതേപോലെ തന്നെ നമ്മളുമായി മുസ്ലിം സമൂഹത്തിലെ മെമ്പർമാരെന്ന് അവകാശപ്പെടുന്ന ആളുകൾ, ഈ ഖുർആനിന്റെ അനുയായികൾ ഇല്ലേ, അള്ളാഹുവിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് ഖുർആനിലെ ധാരാളക്കണക്കിന് ആയത്തുകളിലൂടെ അള്ളാഹു ആവർത്തിച്ച് തന്റെ പ്രവാചകന് ഓതിക്കൊടുത്ത് ലോകത്തിന്റെ റസൂൽ നമുക്കത് പാരായണം ചെയ്തു തന്നു. ആ പ്രവാചകനെ തന്നെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ആ റസൂലിനോട് തന്നെ ദുആ ചെയ്യുകയും ചെയ്ത് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ അധ്യാപനങ്ങളെ തമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്, വിശുദ്ധ ഖുർആൻ നൽകുന്ന പ്രകാശം നമ്മുടെ സമൂഹത്തിന് പൂർണ്ണമായ നിലക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന്? ഇല്ല എന്നതല്ലേ യാഥാർത്ഥ്യം? വിശുദ്ധ ഖുർആൻ വിലക്കിയ എത്രയോ ദുസ്വഭാവങ്ങൾ, അതേപോലെ സാംസ്കാരിക മേഖലയിൽ പാലിക്കേണ്ട ഒട്ടനവധി കാര്യങ്ങൾ നമ്മളൊന്ന് ആലോചിക്കേണ്ട സംഗതിയാണ്. സഹോദരാ, ചിന്തിച്ചു നോക്ക്, നീ ഖുർആൻ വായിക്കുന്നവനാണ്, വിശുദ്ധ ഖുർആനിന്റെ അനുയായിയാണ് നീ. പക്ഷേ കളവ് പറയുന്ന മേഖലയിൽ നിന്റെ സമീപനം എന്താണ്? നിന്റെ സമീപനം എന്താണ്? കളവ് പറയുന്നവർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നുവെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് പാരായണം ചെയ്തു തന്നുവെങ്കിൽ, ഖുർആൻ വിലക്കിയ ആ ദുസ്വഭാവത്തിന്റെ വിഷയത്തിൽ നമ്മുടെ സമീപനം എവിടെയാണ്? ആലോചിക്കണ്ടേ നമ്മൾ? ഖുർആൻ വരച്ചു കാണിക്കുന്ന സൽസ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? വിട്ടുനിൽക്കാൻ പറഞ്ഞ ദുസ്വഭാവങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുന്നുണ്ടോ സഹോദരങ്ങളെ? ധൂർത്തിനെ സംബന്ധിച്ച് ഖുർആൻ എന്താണ് പറഞ്ഞത്? ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാതീൻ. ധൂർത്തടിക്കുന്ന ആളുകൾ പിശാചിന്റെ സഹോദരങ്ങളാണ്. ധൂർത്തിന്റെ മേഖലയിൽ നമ്മൾ എവിടെയാണ്? അനാവശ്യമായി പണം ചിലവഴിക്കുന്നിടത്ത് നമ്മൾ എവിടെയാണ്? വസ്ത്രധാരണ വിഷയത്തിൽ നമ്മൾ എവിടെയാണ്? അതേപോലെ തന്നെ സാംസ്കാരികമായ മേഖലയിൽ കണ്ണിനെ താഴ്ത്തണമെന്ന് എത്ര തവണയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? പക്ഷേ ആ വിഷയത്തിൽ ആലോചിക്കൂ സഹോദര, ആധുനികമായ സംവിധാനങ്ങൾ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മെ സംബന്ധിച്ച് നമ്മൾ നന്നായി ആലോചിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. കണ്ണിനെ നിയന്ത്രിക്കുന്ന വിഷയത്തിൽ നമ്മൾ എവിടെയാണ്? വീഴ്ചകൾ പറ്റാറുണ്ടോ? അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ടോ? സഹോദരങ്ങളെ, നമ്മൾ നന്നായി ചിന്തിക്കണം. വിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ അതിൻ്റെ നിയമങ്ങൾ പരിപൂർണമായി ഉൾക്കൊള്ളുകയും അത് പ്രാവർത്തിക ലോകത്ത് കൊണ്ടുവരികയും ചെയ്യുമ്പോഴേ നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാ സ്വഹാബത്ത് ചെയ്തത്. അതായിരുന്നു സ്വഹാബത്തിന്റെ ജീവിതം. അതാണ് സലഫിന്റെ മൻഹജ്. മഹദിയായ നമ്മുടെ ഉമ്മയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, എന്താ അവിടുന്ന് പറഞ്ഞതെന്നറിയോ? ലമ്മാ നസലത്ത് ഹാദിൽ ആയ, ഇനി ഓതാൻ പോകുന്ന ഈ ആയത്ത് അവതരിച്ച കാലഘട്ടത്തിൽ, അവതരിച്ച സാഹചര്യത്തിൽ, ഏത്? വൽയദ്രിബിന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, സഹോദരിമാരുമായി ബന്ധപ്പെട്ട അവരുടെ വസ്ത്രധാരണ രീതിയെ സംബന്ധിച്ചുള്ള വിശുദ്ധ ഖുർആനിലെ ഒരു പരാമർശം, ഒരു നിയമം അവതരിച്ച സാഹചര്യം, സഹോദരിമാർ അവരുടെ മക്കന തലപ്പുകളെ മാറിലൂടെ താഴ്ത്തിയിടട്ടെ, അവരുടെ മാറിടങ്ങളെ അവർ മറക്കട്ടെ എന്ന ഖുർആനിലെ സൂറത്തുന്നൂറിലെ 31-ാമത്തെ ഈ വചനം അവതരിച്ച സാഹചര്യത്തിൽ മഹദിയായ നമ്മുടെ ഉമ്മ പറയുകയാണ്, അഖദ നിസാഉൽ അൻസാരി ഇസാറഹുന്ന, അതാ അൻസാറുകളായ അൻസാറുകളുടെ സ്ത്രീകൾ, അൻസാറുകളിൽപ്പെട്ട സ്ത്രീകൾ അവരവരുടെ ഉടുതുണി, അവർ ധരിച്ച വസ്ത്രങ്ങളെ അവർ എടുക്കുന്നു. എന്നിട്ട് ഫശഖഖ്നഹു മിൻ നഹ്വിൽ ഹവാശി ഫഖ്തമർന ബിഹി, അതിൻ്റെ അറ്റങ്ങളെ അവർ മുറിച്ചെടുക്കുകയും അതുകൊണ്ട് അവരവരുടെ മാറിടങ്ങൾ മറക്കുകയും ചെയ്തു എന്ന് നമ്മുടെ ഉമ്മയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ആലോചിക്കേണ്ട സംഗതിയല്ലേ? അപ്പൊ ഖുർആനിലെ ഒരു നിയമം അവതരിച്ചു കഴിഞ്ഞാൽ ആ നിയമത്തോട് സ്വഹാബത്തിന്റെ സമീപനമായിരുന്നു നാം ഇവിടെ കാണുന്നത്, നാം ഇവിടെ വായിക്കുന്നത്. അങ്ങനെയുള്ള ആ നിലക്കുള്ള ഒരു ജീവിതം സഹോദരങ്ങളെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടോ? പരിശോധിക്കപ്പെടേണ്ട സംഗതിയാണ്. എന്നൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ നിന്ന് മനുഷ്യർ അകന്നുപോയിക്കൊണ്ടിരിക്കുന്ന വളരെയധികം പ്രയാസം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയല്ലേ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? സംശയമുണ്ടോ? ഇന്ന് നാം ജീവിക്കുന്ന ലോകമേതാണ്? തിന്മകൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. തിന്മകൾ, ആ തിന്മകളുടെ പ്രചാരം
എല്ലാ നിലക്കും ഇന്ന് എളുപ്പമായി കഴിഞ്ഞിരിക്കുകയാണ്. പണ്ടെങ്ങുമില്ലാത്ത നിലക്ക് കാര്യങ്ങൾ, തിന്മകളിലേക്ക് വഴികൾ എളുപ്പമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലേ ഇന്നിന്റെ സാഹചര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാള് സംഭവിക്കുന്നതിന് മുൻപായി ഈ ലോകത്ത് സംഭവിക്കുന്ന, പ്രത്യക്ഷപ്പെടുന്ന സാംസ്കാരികമായ തകർച്ച, ആ സാംസ്കാരികമായ തകർച്ചകളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോൾ പ്രധാനമായ പല കാര്യങ്ങളെ സംബന്ധിച്ചും അവിടുന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, താക്കീത് നൽകിയിട്ടുണ്ട്, പ്രവചിച്ചിട്ടുണ്ട്. ആ പ്രവചനങ്ങൾ അതാ ഒന്നിന് പിറകെ ഒന്നായി ഇന്ന് പുലർന്നുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ നൂറിൽ നിന്ന് മനുഷ്യർ അകന്നുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ അനുയായികളെന്ന് അവകാശപ്പെടുന്നവരും നോക്കൂ നിങ്ങൾ ഈ അന്ധകാരത്തിലേക്ക് വഴി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സത്യമല്ലേ അത്? മദ്യം ഇന്ന് സർവ്വവ്യാപകമാണ്. വിശദീകരിക്കേണ്ടതില്ല, പറയേണ്ടതില്ല, എഴുതേണ്ടതില്ല. കണ്ണുകൊണ്ട് കാണുന്ന യാഥാർത്ഥ്യമാണ്. മദ്യം എല്ലാ നിലക്കും പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു. മുമ്പൊക്കെ മദ്യം കഴിച്ചിരുന്നത് പുരുഷന്മാരായിരുന്നു. എന്നാൽ ഇന്ന് മദ്യഷോപ്പിൽ ക്യൂ നിൽക്കുന്നത് സ്ത്രീകളാണ്. അത് ഏതെങ്കിലും സമുദായത്തിൽപ്പെട്ട സ്ത്രീകളല്ല, അല്ലേ? മാസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ നെറ്റ്വർക്കുകളിലൂടെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകൾ കണ്ട വീഡിയോ ആണ്. എന്ത്? മദ്യഷോപ്പിൽ, വിദേശ മദ്യഷോപ്പിന്റെ മുമ്പിൽ നീണ്ട ക്യൂ നിൽക്കുമ്പോൾ ആ ക്യൂവിൽ ഒരു ഭാഗത്ത് മദ്യം വാങ്ങാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന തട്ടമിട്ട ഒരു സഹോദരങ്ങളെ ചിന്തിക്കൂ നമ്മൾ, ആലോചിക്കൂ നമ്മൾ. അത് കണ്ട് മനസ്സിൽ നിന്ന് ആ നൊമ്പരം വിട്ടുമാറുന്നതിന് മുൻപ് അതാ മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെ അടുത്ത ന്യൂസ് വന്നു. എന്ത്? മദ്യപിച്ച് നടുറോട്ടിൽ ഗൾഫുകാരന്റെ ഭാര്യ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. മദ്യം കഴിച്ച് ലക്ക് കെട്ട് നടുറോട്ടിൽ അന്തം വിട്ട് കിടക്കുന്നത് ഗൾഫുകാരന്റെ ഭാര്യയാണെന്ന്. കാര്യങ്ങൾ എവിടേക്കെത്തി? എവിടെയാണ് സഹോദരങ്ങളെ? വിശുദ്ധ ഖുർആനിന്റെ പ്രകാശത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ മടക്കി വിളിക്കേണ്ടതില്ലേ? നമ്മുടെ കുടുംബത്തെ മടക്കി വിളിക്കേണ്ടതില്ലേ? നമ്മുടെ മക്കൾക്ക് ഈ ഖുർആനിന്റെ പ്രഭ നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടതില്ലേ? ആലോചിച്ചു നോക്കൂ സഹോദര. ഗൾഫിൽ ജോലി ചെയ്ത് പ്രയാസം സഹിച്ച് ഈ മണലാരണ്യത്തിൽ നൊമ്പരങ്ങളുമായി കഴിഞ്ഞുകൂടി തൻ്റെ പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള ആശങ്കകളും അതേപോലെ ആശകളുമായി കഴിഞ്ഞ് ജീവിതത്തിൻ്റെ നാളുകൾ തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന പ്രവാസികൾ അടുത്ത കാലഘട്ടത്തിലായി കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഭാര്യ നഷ്ടപ്പെട്ട കഥകൾ, ഇല്ലേ? അതേപോലെ പെൺകൊടികൾ ഒളിച്ചോടിയ സംഭവങ്ങൾ, വേണ്ടപ്പെട്ടവർ നഷ്ടമായ ദുരനുഭവങ്ങൾ. എത്രയാണ് നമ്മൾ കേട്ടത്? എത്രയാണ് നമ്മൾ വായിച്ചത്? ആലോചിക്കേണ്ടതില്ലേ? ചിന്തിക്കേണ്ടതില്ലേ? വിശുദ്ധ ഖുർആനിന്റെ അതികൃത്യമായ ആ മാർഗദർശനത്തിൽ നിന്ന് അകന്നുപോയിക്കൊണ്ടിരിക്കുന്ന ദുരനുഭവമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫിത്നയുടെ കാലഘട്ടം. അല്ലാഹുവിന്റെ പ്രവാചകൻ രക്ഷ ചോദിക്കാൻ വേണ്ടി പറഞ്ഞു, പ്രത്യക്ഷമായതും പരോക്ഷമായതുമായ സർവ്വ ഫിത്നകളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ എന്ന്. നോക്കൂ നിങ്ങൾ, അങ്ങനെയുള്ള ഒരു ഫിത്നയുടെ കാലഘട്ടമാണ്. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്താൽ എന്ത് കാണണമെന്ന്, എന്ത് കണ്ടുകൂടാ എന്ന് ഇന്ന് കൃത്യമായ ദിശാബോധം നമ്മുടെ സമൂഹത്തിനില്ല. ഒന്നിനും നേരമില്ലാത്ത ഒരു കാലഘട്ടം, ഇല്ലേ? ഒന്നിനും നേരമില്ല. ആധുനിക സംവിധാനങ്ങൾ പുരോഗതി പ്രാപിച്ചപ്പോൾ മനുഷ്യന്റെ മുഴുവൻ സമയവും കമ്പ്യൂട്ടറും മൊബൈലും ഇന്റർനെറ്റുമൊക്കെ നമ്മുടെ സമൂഹത്തെ ഈ ഖുർആനിന്റെ സുന്ദരമായ വഴിയിൽ നിന്ന് വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോണിലേക്ക് വന്ന ഒരു നിസാരമായ മിസ്കോൾ, ആ മിസ്കോളാണ് മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഒരു പെൺകുട്ടിയെ വഴിതെറ്റിച്ച് മറ്റൊരു മതം സ്വീകരിക്കാൻ കാരണമായതെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ സഹോദരങ്ങളെ, ജീവിക്കുന്ന കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഫിത്നയുടെ ഭയാനകത നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. അഖ്വാമുൻ ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹഖൂഹാ. പക്ഷേ അവരൊരു ജനതയാണ്. അവരാരാണെന്നറിയുമോ? അല്ലാഹു നിഷിദ്ധമാക്കിയ ഹറാമുകൾ ചെയ്യാൻ അവസരം കിട്ടിയാൽ, ഹറാമുകൾ കാണാൻ അവസരം കിട്ടിയാൽ, ഹറാമുകളിലേക്ക് ചാടാൻ പഴുത് കിട്ടിയാൽ അതാ അവരെടുത്ത് ചാടുകയാണ്. അവസരം പരമാവധി അവർ ഉപയോഗപ്പെടുത്തുകയാണ്. അങ്ങനെയുള്ള ഒരു ജനത, ഒരു സമൂഹം എൻ്റെ ഉമ്മത്തിൽ വരാനിരിക്കുന്നു എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, സഹോദരാ, ഖുർആൻ
ഖുർആനിന്റെ അനുയായിയാണെന്ന് പറഞ്ഞതുകൊണ്ട് രക്ഷയില്ല കേട്ടോ. അതിൻ്റെ ഹുദ വേണം, അതിൻ്റെ ശിഫ വേണം, അതുമൂലമുള്ള റഹ്മത്ത് വേണം, അതുമൂലമുള്ള റൂഹ് വേണം, അതിൻ്റെ നൂറ് വേണം. ആ നൂറ് കിട്ടണമെങ്കിൽ എന്ത് വേണം? നിന്റെ കണ്ണിനെ നീ നിയന്ത്രിക്കണം, നിന്റെ നാവിനെ നീ നിയന്ത്രിക്കണം, നിന്റെ വിശ്വാസത്തെ നീ ശരിപ്പെടുത്തണം, നിന്റെ ഇടപാട് നീ നന്നാക്കണം, നിന്റെ രഹസ്യ ജീവിതം നീ നന്നാക്കണം. നീയുമായി ബന്ധപ്പെട്ടവരെ നിനക്കധികാരമുണ്ടെങ്കിൽ, സ്വാധീനമുണ്ടെങ്കിൽ ഖുർആനിന്റെ പ്രഭ കാണിച്ചു കൊടുക്കുകയും അതിലേക്ക് ക്ഷണിക്കുകയും അതറിയാനുള്ള അവസരം ഒരുക്കുകയും ചെയ്യുക എന്നത് സംസാരിക്കുന്ന എൻ്റെയും കേൾക്കുന്ന നിങ്ങളുടെയും ബാധകമാണ്, ബാധ്യതയാണ്. അത് തിരിച്ചറിയാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയണം. എന്തിനാ നമ്മുടെ ഭാര്യയ്ക്ക് ഫേസ്ബുക്കിൽ അക്കൗണ്ട്? ചിന്തിക്ക് സഹോദരാ. എന്തിനാണ് നമ്മുടെ മക്കൾക്ക് അവരുടെ മൊബൈലിൽ നമ്മൾ ഇന്റർനെറ്റ് കണക്ഷൻ എടുത്തു കൊടുക്കുന്നത്? സഹോദരാ, ചിന്തിച്ചു നോക്ക്, ആലോചിച്ചു നോക്ക്. തിന്മകൾ ചെയ്യാൻ നമ്മൾ വഴിയൊരുക്കുന്നുണ്ടോ? നമ്മൾ അതിനുള്ള കാരണക്കാരാണോ? പരിശോധിക്കപ്പെടേണ്ടതുണ്ട്, ആലോചിക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനുമായി നമ്മുടെ ബന്ധം എവിടെയാ? ഖുർആൻ ഓതാൻ സമയമില്ലപ്പോൾ അല്ലേ? എല്ലാവരുടെ കയ്യിലും ഗാലക്സിയാണ്, എല്ലാവരുടെ കയ്യിലും ഗാലക്സി മൊബൈലാണ്. എതിരല്ല ഞാൻ, അത് വേണ്ടാന്നല്ല, അത് ഒഴിവാക്കണമെന്നുമല്ല. പക്ഷേ നമുക്ക് എവിടെയാണ് നേരമുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇന്ന് ഖുർആൻ ഓതി എത്ര ആളുകളുണ്ട്? ഖുർആനിൽ നിന്നൊരു പേജ് ഇന്ന് പാരായണം ചെയ്തവർ എത്ര ആളുകളുണ്ട്? കൈവക്കാൻ ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മെ ഇതാ തിരക്കിലേക്ക് കൊണ്ടുപോവുകയാണ്. കുറച്ച് നേരം നമുക്ക് ഒഴിവ് കിട്ടിയാൽ നമ്മൾ എന്താണ് മേപ്പിട്ട് കയറ്റാൻ തുടങ്ങും അല്ലേ? കയറ്റി മേലെ ആയി കഴിഞ്ഞാലോ പിന്നെ താഴേക്കിറക്കാൻ തുടങ്ങി. താഴേക്കിറക്കി ഒരു പരിധി വരെ താഴേക്കിറക്കുമ്പോഴേക്ക് അടുത്ത ന്യൂസ് ഫീഡ് ചെയ്യാനായി അല്ലേ? അത് കഴിഞ്ഞ് ഇനി അടുത്തത് എന്താ വന്നത് എന്ന് നോക്കാൻ സമയമായി. ഇത് കയറ്റലും ഇറക്കലും അല്ലാണ്ട് നമുക്ക് എവിടെയാണ് സമയമുള്ളത്? എവിടെയാണ് സമയമുള്ളത് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യം ഫേസ്ബുക്ക് കഴിയുമ്പോഴേക്ക് വാട്സപ്പിൽ എന്തെല്ലാം വന്നത് അത് നോക്കാൻ സമയമായി അല്ലേ? എന്തെല്ലാം നോക്കാണ്ട്. അത് കഴിയുമ്പോഴേക്ക് ഇപ്പോൾ പുതിയ സംവിധാനങ്ങൾ, പുതിയ നെറ്റ്വർക്കുകൾ, പുതിയ സോഷ്യൽ മീഡിയ പോലെയുള്ള വേറെയുള്ള സോഫ്റ്റ്വെയറുകൾ, അതേപോലെ അങ്ങനെയുള്ള സംഗതികൾ വേറുണ്ട്. അപ്പം അത് നോക്കാൻ പിന്നെ സമയം. ഇതെല്ലാ സമയവും കിട്ടുന്ന നേരം മുഴുവനും ഇതൊക്കെ നോക്കിയാലും പിന്നെ നമുക്ക് സമയം കിട്ടുന്നില്ല, തികയുന്നില്ല. ഖുർആൻ ഓതാൻ എവിടെയാണ് നേരമുള്ളത്? ചിന്തിക്ക് സഹോദരാ. വിശുദ്ധ ഖുർആൻ ഓതുന്നതിൽ വലിയ പുണ്യമുണ്ടെന്നല്ലേ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് ഒരു ഹർഫ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അതിന് എത്രയാ റസൂലുള്ള പ്രതിഫലം പറഞ്ഞത്? എത്രയാ പ്രതിഫലം പറഞ്ഞത്? ഒരു നന്മയാണതെന്നല്ലേ പറഞ്ഞത്? ഒരു നന്മ റബ്ബിൻ്റെ അരിക്കൽ പരിഗണിക്കുന്നത് 10 പരിഗണിക്കുമെന്നല്ലേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? ആ നന്മകൾ നേടാൻ തിന്മകൾ മാത്രം തിന്മകൾ അധികരിക്കുകയും തോന്നിവാസങ്ങൾ അധികരിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ നാളെ റബ്ബിൻ്റെ അടുക്കൽ നമ്മുടെ മീസാൻ ഘനം തൂങ്ങാൻ നമുക്ക് ഉപകരിക്കുന്നത് റബ്ബിൻ്റെ ഖുർആൻ പാരായണം ചെയ്യുക, അതുപോലെയുള്ള സൽക്കർമ്മങ്ങളല്ലേ നമുക്ക് ഉപകാരമുണ്ടാക്കുന്നത്. അതിന് നമുക്ക് സമയവും നേരമില്ല. എന്നാലോ വേറെ ചില പ്രശ്നമുള്ളത് എന്താണെന്നറിയുങ്ങൾ? ചില ആളുകൾ വിചാരിച്ചിട്ടുള്ളത് ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ ബാധ്യത തീർന്നു എന്നാണ്. അവിടെയാണ് നമ്മുടെ ജീവിതവുമായി ഖുർആനിന് ബന്ധമില്ലാതെ വേറിട്ട് നിൽക്കുന്നത്. ഖുർആൻ പാരായണം ആ പാരായണത്തിൽ ഒതുങ്ങി നിൽക്കുകയാണ്. മഹാനായ ഇമാം ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ചില ആളുകൾ പിൽക്കാലത്ത് വന്നു. അവരുടെ സ്ഥിതി എന്താണെന്നറിയോ? അക്ഷരങ്ങൾ മനഃപ്പാഠമാക്കുകയും ആശയങ്ങൾ വിട്ടുകളയുകയും ചെയ്യുന്ന ഒരു വിഭാഗം അടിമകളും അതേപോലെ തന്നെ അല്ലാത്തവരുമായ ഒരു വിഭാഗം ആളുകൾ ഖുർആനിൻ്റെ അക്ഷരം മനഃപ്പാഠമാക്കി അതിൻ്റെ ആശയങ്ങൾ വിട്ടുകളഞ്ഞു. അത്തരക്കാരെ അള്ളാഹു അധികരിപ്പിക്കാതിരിക്കട്ടെ, വർദ്ധിപ്പിക്കാതിരിക്കട്ടെ. മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാക്യമാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ നമ്മൾ എങ്ങനെയാ ഓതേണ്ടത്? നമ്മൾ എങ്ങനെയാ പാരായണം ചെയ്യേണ്ടത്? യത്ലൂനഹു ഹഖ്ക തിലാവതിഹി, ഖുർആൻ ഓതേണ്ട മുറപ്രകാരം വിശുദ്ധ ഖുർആൻ ഓതണമെന്നാണ്. ആ നിലക്ക് ഖുർആൻ ഓതിയ
എൻ്റെ ജീവിതം നന്നാകും, നിങ്ങളുടെ ജീവിതം നന്നാകും, നമുക്ക് പരലോക ബോധമുണ്ടാകും, നമുക്ക് ഖുശൂഉണ്ടാകും, മരണത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകും. പടച്ചവനെ, ഞാൻ തിരിച്ചു പോകേണ്ടവനാണ്, നിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരേണ്ടവനാണ്, ഞാൻ ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്, എൻ്റെ ഭാര്യ ഇങ്ങനെയല്ലേ ആകേണ്ടത്, എൻ്റെ മക്കളെ ഞാൻ തിരുത്തേണ്ടതുണ്ട് എന്ന ബോധം നമുക്കുണ്ടാകും. അതിനെങ്ങനെ ഖുർആൻ ഓതണം, എന്തിനാ ഖുർആൻ അവതരിച്ചത് എന്ന് മനസ്സിലാക്കുമ്പോഴേ ആ നിലക്ക് ഓതാൻ നമുക്ക് സാധ്യമാകൂ. അപ്പോഴേ നമ്മുടെ ജീവിതവുമായി അതിന് സ്പർശമുണ്ടാകൂ. നിങ്ങൾ നോക്കൂ, ഒരൊറ്റ ആയത്ത് ഖുർആനിൽ നിന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സ്വാദിലെ ഒരു വചനം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. എന്താണ് ആ വചനത്തിലൂടെ അള്ളാഹ് പറയുന്നത് അറിയോ? എന്തിനാണ് ഈ ഗ്രന്ഥം വാനലോകത്ത് നിന്ന് ഭൂവനത്തിലേക്ക് അള്ളാഹു അവതരിപ്പിച്ചതെന്ന് അതിൻ്റെ ലക്ഷ്യം പറയുകയാണ് അള്ളാഹു. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറൂ ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. കിതാബുൻ, ഈ ഗ്രന്ഥം, ഈ മഹനീയമായ ഗ്രന്ഥം, അൻസൽനാഹു ഇലൈക്, ഓ നബിയേ, നിങ്ങളിലേക്ക് നാം ഇതാ അവതരിപ്പിച്ചിരിക്കുന്നു. മുബാറകുൻ, ഈ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത അത് അനുഗ്രഹീതമാണ്, അത് ബറക്കത്തുള്ള ഗ്രന്ഥമാണ്. അതുമൂലം ഒരുപാട് ബറക്കത്തുകൾ മുഅ്മിനീങ്ങൾക്ക് നേടാനുണ്ട്. അത് നിഷേധിക്കാൻ ഒരു സത്യവിശ്വാസിക്ക് പാടുള്ളതല്ല. അത് ബറക്കത്തുള്ള ഗ്രന്ഥമാണ്. ബറക്കത്തിന് മാത്രമാണോ? അല്ല, പിന്നെയോ ലിയദ്ദബ്ബറൂ ആയാതിഹി, അതിൻ്റെ ആയത്തുകളെ സംബന്ധിച്ച് അവർ ഉറ്റാലോചിക്കട്ടെ. വലിയതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാർ അതിനെ സംബന്ധിച്ച് ചിന്തിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ ഖുർആൻ എന്തിനാവോ അവതരിച്ചത്? ഖുർആൻ തദബ്ബുർ നടത്തണം എന്നാണ്. ഖുർആൻ ആലോചിക്കണം, അതിനെ സംബന്ധിച്ച് ഉറ്റാലോചിക്കണമെന്നാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് എന്താണെന്നറിയോ? അന്നൽ ഖിറാഅത ബിഗൈരി ഫഹ്മിൻ വലാ തദബ്ബുരിൻ ലൈസത് ഹിയൽ മഖ്സൂദ. വിശുദ്ധ ഖുർആൻ ഫഹ്മില്ലാതെ, അത് ഗ്രഹിക്കാതെ, അതിനെക്കുറിച്ച് ചിന്തിക്കാതെ കേവല പാരായണം നടത്തലല്ല അതിൻ്റെ ലക്ഷ്യമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ കൃത്യമായി പറഞ്ഞു, കൃത്യമായി ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് തദബ്ബുർ വേണം. അതാണ് നമ്മുടെ ഈ പഠന സംഗമത്തിൻ്റെ പ്രത്യേകത. ഇന്നിവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്ന സിലബസിന്റെ പ്രത്യേകത ഏതാണ്? വിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിക്കുന്ന ക്ലാസ്സുകളിലേക്ക് നമ്മൾ ക്ഷണിക്കുന്നതിന്റെ പ്രത്യേകത ഏതാണ്? ഖുർആൻ കേവല പാരായണത്തിനല്ല, അല്ലേ? കേവല പാരായണം ചെയ്തത് കൊണ്ടാണ് ഈ സമൂഹത്തിൽ ദുരന്തങ്ങൾ ഉണ്ടായത്, അല്ലേ? അശുദ്ധമായാൽ എങ്ങനെ വൃത്തിയാക്കണമെന്നറിയാത്ത പെൺകുട്ടികളാണെന്ന് വളർന്നു വരുന്നത്. അവർക്ക് ഇന്റർനെറ്റ് അറിയാം, ആധുനാധുനിക സംവിധാനങ്ങൾ അറിയാം, വർദ്ധിച്ചു വരുന്ന ടെക്നോളജി അറിയാം, എല്ലാം അറിയാം. പക്ഷേ മാസമുറവുണ്ടായാൽ എങ്ങനെ വൃത്തിയാക്കണമെന്നറിയില്ല. ഖുർആൻ അള്ളാഹു പറഞ്ഞ നിയമങ്ങൾ എന്തെന്നറിയില്ല. അതേപോലെ തന്നെ ജീവിതത്തിൽ പാലിക്കേണ്ട നിയമങ്ങൾ എന്തെന്നറിയില്ല. ആരെങ്കിലും ഒന്ന് സ്നേഹം നടിക്കുമ്പോഴേക്ക് ഉപ്പയെയും ഉമ്മയെയും ഒക്കെ വലിച്ചെറിഞ്ഞ് അതാ നിമിഷങ്ങൾ കൊണ്ട് വീട്ടിൽ നിന്ന് വീട് വിട്ടിറങ്ങുകയാണ്. ഇന്ന് മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾ, അതല്ലെങ്കിൽ ആൺകുട്ടികൾ വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നു. എവിടെയാ തകരാറ് സംഭവിച്ചത്? ഒരുപക്ഷെ മദ്രസകളിൽ പോയി ഖുർആൻ ഓത്തുപഠിച്ചു എന്നല്ലാതെ എൻ്റെ റബ്ബ് എനിക്ക് അവതരിപ്പിച്ചു തന്ന ഈ ദിവ്യ സൂക്തങ്ങളിലൂടെ എൻ്റെ നാഥൻ എന്നോട് എന്ത് സംസാരിച്ചു എന്നറിയാൻ മനുഷ്യൻ അതിനുള്ള പരിശ്രമങ്ങൾ ചെയ്തില്ല. എന്നാൽ ദുനിയാവിൻ്റെ കാര്യമാണെങ്കിലോ, ദുനിയാവിൻ്റെ കാര്യം നമുക്കറിയാത്ത ഭാഷയാണെങ്കിലും അത് പോയിട്ട് പഠിക്കൂ, അല്ലേ? നമ്മുടെ കമ്പനി നമുക്കൊരു ലെറ്റർ തന്ന്, എന്ത് ലെറ്റർ? നിനക്ക് ജോലിയിൽ ഉടൻ പ്രമോഷൻ കിട്ടും, സാലറിയിൽ വർധനവുണ്ടാവും. എന്ത് വേണമെന്നറിയോ? ഉടൻ ഒരു കോഴ്സ് പാസ്സായാൽ അതിൻ്റെ ഷഹാദയുമായി വന്നാൽ നിനക്ക് വർധനവുണ്ടാവും. നമ്മളെന്താ ചെയ്യാം? അത് പോട്ടെ, അതൊന്നും വേണ്ട. അല്ല, ആ ഭാഷ നമുക്ക് വശമില്ലെങ്കിലും, ആ കോഴ്സിനെ സംബന്ധിച്ച് ഒരു കാഴ്ചപ്പാടില്ലെങ്കിലും അതറിയുന്നവൻ്റെ അടുക്കൽ പോയി അത് പഠിച്ച് 6 മാസം അതിനു വേണ്ടി ത്യാഗം ചെയ്ത് ആ സർട്ടിഫിക്കറ്റുമായി കമ്പനിയിൽ ചെന്ന് ആ ഓഫർ നേടാൻ ഭൗതികമായ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ മത്സരിക്കുന്നുവെങ്കിൽ സഹോദരാ, ഒന്ന് ചിന്തിക്ക്. എൻ്റെ സംസാരം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിക്ക്. അള്ളാഹു തന്ന വെള്ളം കുടിച്ച്, അല്ല തന്ന വായു ശ്വസിച്ച്, അള്ളാഹു തന്ന അവൻ്റെ ഭക്ഷണം കഴിച്ച്, അവൻ്റെ നിഅമത്തുകളെമ്പാടും ആസ്വദിച്ച് ഇവിടെ ജീവിക്കുന്ന സഹോദരാ, നിന്റെ റബ്ബ് നിന്നോട് എന്ത് പറഞ്ഞു എന്ന് നീ അവൻ്റെ ഗ്രന്ഥം ഒരധ്യായമെങ്കിലും പഠിച്ച് അതിൻ്റെ ആശയം മനസ്സിലാക്കി, ആ കാര്യം മനസ്സിലാക്കി റബ്ബിങ്കലേക്ക് മടങ്ങിപ്പോകാൻ നിനക്ക് കഴിഞ്ഞോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്, ഇല്ലേ? നമുക്കറിയാത്തൊരു പ്രൊഫഷനാണ്.
അല്ലേ? വിസയിൽ എന്താ പണ്ടൊക്കെ വിസ വന്നാൽ എന്താണ് അതിലുള്ള ജോലി എന്നൊന്ന് അറിഞ്ഞു കിട്ടാൻ വേണ്ടി നാട്ടിൽ നമ്മൾ കാണാത്ത മൂല്യരുടെ അടുത്ത് നമ്മൾ പോയിട്ട് അത് ചോദിച്ച് തപസ്സിരുന്ന് അത് മനസ്സിലാക്കുമായിരുന്നു നമ്മൾ, ഇല്ലേ? അത് ദുനിയാവിന് വേണ്ടിയാണ്. പക്ഷേ ഖുർആനിലെ ഒരു പദം, അതിൻ്റെ ആശയം എന്താണ്? പല ആവർത്തി ഇമാമിൻ്റെ പിന്നിൽ നിന്ന് നിസ്കരിച്ചപ്പോൾ ആവർത്തിച്ച് കേട്ട ഒരു പദം എന്താണ് ഇതിൻ്റെ ആശയമെന്നറിയാൻ നമ്മുടെ മനസ്സെപ്പോഴെങ്കിലും വെമ്പൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ സ്പർശനമുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. ഇല്ലെങ്കിലോ ഖുർആൻ നമ്മൾ ഓതുന്നുണ്ട്, തദബ്ബുറില്ല, ലൈസത് ഹിയൽ മഖ്സൂദ, അതല്ല കേട്ടോ ഖുർആനിൻ്റെ ലക്ഷ്യമെന്ന തിരിച്ചറിവ് നമുക്ക് വേണം. അതുകൊണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചില കാര്യങ്ങൾ പറയാണ്. സഹോദരങ്ങൾ, നിങ്ങളും ഞാനൊക്കെ ഖുർആൻ ഓതാറുണ്ട്, അല്ലേ? വിശുദ്ധ ഖുർആൻ നമ്മളൊക്കെ പാരായണം ചെയ്യാറുണ്ട്. ഖുർആൻ ഓതുന്നത് തദബ്ബുറോട് കൂടെയാണോ അല്ലേ എന്ന് തിരിച്ചറിയാൻ പണ്ഡിതന്മാർ ചില ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. ആ ലക്ഷണങ്ങളിൽ ചിലത് ഞാൻ നിങ്ങളപ്പോൾ കേൾപ്പിക്കുകയാണ്. ഒന്നാമത്തെ ലക്ഷണം ഏതാണെന്നറിയോ? ഖുർആൻ തദബ്ബുറോടുകൂടെ ഓതുന്നവൻ്റെ ഒന്നാമത്തെ ലക്ഷണം അവൻ്റെ ചിന്തയും അവൻ്റെ കൽബും അതിൽ പങ്കെടുത്തിരിക്കുമെന്നതാണ്. അവൻ്റെ ചിന്തയും അവൻ്റെ കൽബും അതിൽ പങ്കെടുത്തിരിക്കും. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടുന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? ലഖദ് നസലത്ത് അലയ്യ അല്ലൈല, ഇതാ ഈ രാവിൽ എനിക്കിതാ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു ആയത്തുൻ, ചില വചനങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ രാവിൽ എനിക്കിതാ ചില വചനങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വൈലുൻ ലിമൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ, അതിനെ സംബന്ധിച്ച് ഉറ്റാലോചിക്കാതെ ചിന്തിക്കാതെ കേവലം അത് പാരായണം ചെയ്യുന്നവന് നാശമെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായ ചില വചനങ്ങളെ സംബന്ധിച്ച് പറയുകയാണ്. വെറുതെ ഓതിയിട്ട് കാര്യമില്ല, വെറുതെ ഓതുന്നവന് നാശമുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂലാ പറഞ്ഞത്. സഹോദരങ്ങളെ, ഖുർആൻ ഓതുമ്പോൾ കൽബ് പങ്കെടുക്കണം, ഹൃദയം പങ്കെടുക്കണം, ആ നിലക്കുള്ള പാരായണമാകണം. അതേപോലെ തന്നെ പണ്ഡിതന്മാർ പറയുന്നു, രണ്ടാമത്തെ ഗുണം അൽബുകാഉ മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരയുന്നവനാകും ഖുർആൻ ശരിയായ അർത്ഥത്തിൽ പാരായണം ചെയ്യുന്നവൻ. സഹോദരാ, ചിന്തിക്ക്, ആലോചിക്ക്. കുട്ടികൾക്ക് രോഗമുണ്ടായി വേദനയുണ്ടായതിൻ്റെ പേരിൽ കണ്ണീർ വാർത്തവരല്ലേ നമ്മൾ? പ്രിയപ്പെട്ടവരുടെ വേർപാടിൻ്റെ നൊമ്പരവും വേദനയും സഹിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ കണ്ണീർ വാർത്ത് ദിവസങ്ങളോളം ദുഃഖത്തിൽ കഴിഞ്ഞുകൂടിയവരല്ലേ നമ്മൾ? സഹിക്കാനാവാത്ത വേദന അത് വന്നപ്പോൾ അതിൻ്റെ പേരിൽ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരുറ്റു വീണവരല്ലേ നമ്മൾ? പ്രിയപ്പെട്ടവരെ, റബ്ബിൻ്റെ ഗ്രന്ഥമായ ഈ മഹനീയമായ ഗ്രന്ഥത്തിൽ ഏതെങ്കിലും ഒരു അധ്യായം പോകട്ടെ, ഒരു വചനമോദിയിട്ട് നമ്മുടെ ഹൃദയത്തിൽ സ്വാധീനമുണ്ടായി നമ്മുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ഉറ്റുവീണ ഏതെങ്കിലും ഒരു ദിവസത്തെക്കുറിച്ച്, ഒരു നിമിഷത്തെക്കുറിച്ച്, ഒരു മിനിറ്റിനെ കുറിച്ച് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ സഹോദരാ, നിന്റെ ജീവിതത്തിൽ ഖുർആനിന് ഒരു ബന്ധമുണ്ട്, സ്പർശനമുണ്ട് എന്ന് നീ തിരിച്ചറിയുക. ഇല്ലെങ്കിൽ എവിടെയോ നമുക്ക് തകരാറ് വന്നിട്ടുണ്ട്. കേട്ടോ, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാ കിറാം പറയുകയാണ്, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ലാ, അല്ലാഹുവിൻ്റെ റസൂല് അതാ അവിടുന്ന് നമസ്കരിക്കുമ്പോൾ ഫകാന ഇദാ മർറ ബി ആയത്തി റഹ്മത്തിൻ സഅലാ, അവിടുന്ന് കാരുണ്യവുമായി ബന്ധപ്പെട്ട ഒരായത്തിലൂടെ കടന്നു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് നിമിഷങ്ങൾ നിർത്തുകയും എന്നിട്ട് ആ റഹ്മത്ത് റബ്ബിനോട് ചോദിക്കുകയും ചെയ്യുമായിരുന്നു. വഇദാ മർറ ബിആയത്തി അദാബിൻ ഇസ്തജാറാ, ശിക്ഷയുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ഓതുമ്പോൾ അല്ലാഹുവിനോട് അഭയം തേടുമായിരുന്നു. വഇദാ മർറ ബിആയത്തിൻ ഫീഹാ തൻസീഹുൽ ലില്ലാഹ്, അല്ലാഹുവിനെ പ്രകീർത്തിക്കുന്ന പരിശുദ്ധമാക്കുന്ന വചനങ്ങളിലൂടെ അവിടുന്ന് കടന്നു പോകുമ്പോൾ റബ്ബിനെ പരിശുദ്ധമാക്കുമായിരുന്നു, സുബ്ഹാനല്ലാഹ് പറയുമായിരുന്നു എന്ന് സ്വഹീഹായ നിലക്ക് തന്നെ ഇബ്നു മാജയിൽ നമുക്ക് കാണാം. സഹോദരങ്ങളെ, അങ്ങനെയായിരുന്നു അള്ളാന്റെ റസൂല്. സഹാബാക്കൾ എങ്ങനെയായിരുന്നു? സഹാബാക്കൾ എങ്ങനെയായിരുന്നു? ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, വഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂലി തറാ അഅയുനഹും تفيض من الدمع مما عرفوا من الحق تفيض من الحزن. എന്താ അല്ലാഹു പറഞ്ഞു? تفيض من الدمع مما عرفوا من الحق يقولون ربنا آمنا فاكتبنا مع الشاهدين. വല്ലാത്തൊരു വചനം തന്നെ കേട്ടോ അത്. ഖുർആനിലെ സൂറത്തുൽ മാഇദയിലെ 83-ാമത്തെ വചനമാണ്. എന്താ വചനത്തിലുള്ളത്? നിങ്ങൾ വായിച്ചു നോക്കണം, നിങ്ങളത് നോട്ട് ചെയ്ത് വായിക്കണം. എൻ്റെ ജീവിതവുമായി അതിന് എന്ത് ബന്ധമുള്ളത് എന്ന്. വഇദാ സമിഉ,
അവർ കേട്ടുകഴിഞ്ഞാൽ മാ ഉൻസില ഇലർ റസൂൽ, അല്ലാഹുവിൻ്റെ റസൂലിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഒരു വചനത്തെക്കുറിച്ച് അവർ കേട്ടുകഴിഞ്ഞാൽ തറാ, നിനക്ക് കാണാം, അഅ്യുനഹും, അവരുടെ കണ്ണുകൾ, തഫീദു മിനദ്ദംഇ മിമ്മാ അറഫൂ മിനൽ ഹഖി, ആ യാഥാർത്ഥ്യം അവരറിഞ്ഞതിൻ്റെ പേരിൽ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരുകൾ ഉറ്റി വീഴുകയാണ്. യഖൂലൂന, അവർ പറയുന്നു, റബ്ബനാ, ഞങ്ങളുടെ നാഥാ, ആമന്നാ, ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു, ഫക്തുബ്നാ മഅശ്ശാഹിദീൻ, സാക്ഷികളുടെ കൂടെ ഞങ്ങളെയും നീ രേഖപ്പെടുത്തണേ റബ്ബേ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയോടെ നിറകണ്ണുകളോടെ റസൂലിന് അവതരിപ്പിക്കപ്പെട്ട നിയമങ്ങളിൽ സഹോദരങ്ങളെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊറ്റി വീഴുകയായിരുന്നു സഹാബത്ത്. അങ്ങനെയായിരുന്നു അനുചരന്മാർ, അങ്ങനെയായിരുന്നു അവിടുന്ന് പഠിപ്പിച്ച സമൂഹം. അല്ലേ, അല്പമൊക്കെ മനസ്സിന് ഒരു ശക്തിയും കടുപ്പവും ഉണ്ടായിരുന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സൂറത്തുൽ ഗാശിയയിലെ ആദ്യത്തെ ചില വചനങ്ങൾ കേൾക്കുന്നു. അല്ലേ, ഹൽ അതാക ഹദീസുൽ ഗാശിയ വുജൂഹു യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. വല്ലാത്ത വചനങ്ങൾ തന്നെ. അമലുകൾ ചെയ്ത് അധ്വാനിച്ച് ആ ക്ഷീണമുള്ള മുഖവുമായി പരലോകത്ത് ചെന്നെത്തിയിട്ട് അതാ നരകം സ്വീകരിക്കുന്ന, നരകം ഏറ്റുവാങ്ങുന്ന ഭാഗ്യം കെട്ടവരെ കുറിച്ച് സൂറത്തുൽ ഗാശിയയിലൂടെ മനസ്സിന് നൊമ്പരപ്പെടുത്തുന്ന വചനങ്ങളിലൂടെ അല്പമൊക്കെ ശക്തമായ മനസ്സിൻ്റെ ഉടമയായ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കടന്നു പോകുമ്പോൾ മഹാനവറുകൾ പറയുകയാണ്, ഉനാസുൻ യസ്തഗിലൂന വയഅമലൂന വഹുവ യബ്കീ. ഉനാസുൻ, ചില മനുഷ്യന്മാർ, യസ്തഗിലൂന വയഅമലൂൻ, പണിയെടുത്തു, അധ്വാനിച്ചു, പക്ഷേ നരകം വാങ്ങി. വഹുവ യബ്കീ. സൂറത്തുൽ ഗാശിയ നമ്മൾ എത്ര തവണ കേട്ടതാണ് അല്ലേ? പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മെ സ്ട്രൈക്ക് ചെയ്യാറുണ്ടോ? അതല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ഈ നിലക്ക് സ്വാധീനിക്കാറുണ്ടോ? നമ്മൾ ചെയ്യുന്നൊരു തെറ്റ്, ആ തെറ്റിനെ സംബന്ധിച്ച് നമ്മുടെ മനസ്സ് നമ്മളോട് ആക്ഷേപം പറയണമെങ്കിൽ അള്ളാൻ്റെ ഗ്രന്ഥത്തിൽ എന്താണ് പറഞ്ഞത് എന്നതിൻ്റെ ആഴം നമ്മൾ മനസ്സിലാക്കുമ്പോഴേ കഴിയുള്ളൂ. അല്പമൊക്കെ ശക്തമായ മനസ്സിൻ്റെ ഉടമയായിട്ട് പോലും ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ആ ആയത്തുകൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ ഓതുന്ന സന്ദർഭങ്ങളിലൊക്കെ കരയുമായിരുന്നു. സാധാരണ നമ്മൾ പറയാറുള്ള സംഗതി തന്നെയാണ്. പക്ഷേ അവിടുന്ന് ലോലമായ മനസ്സിൻ്റെ ഉടമയായിരുന്നുവെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചിന്തിച്ച് നോക്കൂ. അപ്പോൾ രണ്ടാമത്തെ ലക്ഷണം എന്താണെന്നറിയോ? അൽ ബുകാഉ മിൻ ഖശിയത്തില്ലാഹ്. ആലോചിക്ക്, എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇതൊന്നും നേടാണ്ട് അള്ളാൻ്റെ അടുത്തേക്ക് തന്നെ നമ്മൾ മടങ്ങിപ്പോയാൽ നമ്മുടെ സ്ഥിതി എന്തായിരിക്കും? ആലോചിക്കൂ സുഹൃത്തുക്കളെ. മൂന്നാമതായി പണ്ഡിതന്മാർ പറയാണ്, സിയാദത്തുൽ ഈമാൻ. ഖുർആൻ അങ്ങ് ഓതിയാൽ നമ്മുടെ മനസ്സുകൾക്ക് ഈമാനിൽ സിയാദത്തുണ്ടാകുമെന്നാണ്. അല്ലേ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദ തന്നെ അൽ ഈമാനു യസീദു വ യൻഖുസു എന്നാണ്. ഈമാനിൽ സിയാദത്തും നുഖ്സാനുമുണ്ടാകും. റബ്ബിൻ്റെ ആയത്തുകൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അല്ലേ, നമുക്കറിയാം, വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. അവരുടെ മേൽ അവൻ്റെ ആയത്തുകൾ പാരായണം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ സാദതുഹും ഈമാനാ, അവർക്കവരുടെ ഈമാനിൽ വർധനവുണ്ടാവുകയാണ്. ഈ ലക്ഷണം നമുക്കുണ്ടാകാറുണ്ടോ? 3. ഇതൊക്കെ അക്കട്ട് പറയണെന്തിനറിയോ? നോട്ട് ചെയ്യാൻ വേണ്ടിയാ, അല്ലെങ്കിൽ മനസ്സിലെങ്കിലും നിങ്ങൾ കുറിച്ചു വെക്കണം. നാലാമതായി പണ്ഡിതന്മാർ പറയുന്നു, അൽ ഫർഹു വൽ ഇസ്തിബ്ഷാർ. ഖുർആൻ ഓതുമ്പോൾ സന്തോഷം ഉണ്ടാകും, ആനന്ദവും ഉണ്ടാകും മുഅ്മിനീങ്ങൾക്ക്. ഇല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. സ്വർഗത്തെക്കുറിച്ചുള്ള ആയത്തുകൾ കണ്ടാൽ, ഓതിയാൽ അള്ളാഹിനോട് സ്വർഗം ചോദിക്കും. അല്ലേ, സ്വർഗീയ വർണ്ണനകൾ, മുഅ്മിനീങ്ങൾക്ക് നാളെ കിട്ടുന്ന നിഅമത്ത്, ആ മഹാഭാഗ്യം, അള്ളാഹുവിൻ്റെ വശ്യമായ വിശദീകരണങ്ങൾ. ഇല്ലേ, അവിടുത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ പ്രവാചകനിലൂടെ അതിസുന്ദരമായി സ്വർഗത്തിൻ്റെ അനുഭൂതികൾ ഖുർആനിലൂടെ വിശദീകരിച്ചു. അതൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ, ആ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മുഅ്മിനീങ്ങൾക്കുണ്ടാകുന്ന ആ സന്തോഷവും അവർക്കുണ്ടാകുന്ന ആ മാനസികമായ അനുഭൂതിയും അത് ഖുർആൻ ഓതുമ്പോൾ കിട്ടുന്നതാണ്. തദബ്ബുർ ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന സംഗതിയാണ്. അതേപോലെ അഞ്ചാമതായി അവർ പറഞ്ഞു, അൽ ഖശ്അരീറത്തു ഖൗഫൻ മിനല്ലാഹ്. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അവരുടെ രോമങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് രോമാഞ്ചമുണ്ടാകുമെന്നാണ്. അല്ലേ, രോമാഞ്ചമുണ്ടായി. നമ്മൾ പറയാറുണ്ട്, ആ സംഗതി കണ്ടപ്പോൾ എൻ്റെ രോമങ്ങൾ എഴുന്നേറ്റുന്നു, എനിക്ക് രോമാഞ്ചമുണ്ടായി എന്ന് നമ്മൾ പറയാറുണ്ട്.
എന്നാൽ ഖുർആൻ ഓതുമ്പോൾ അതുണ്ടാകണമെന്നാണ് സൂറത്തു സുമറിൽ 39-ാം അധ്യായത്തിലെ 23-ാമത്തെ ഒരു വചനം നോക്കൂ നിങ്ങൾ. അല്ലാഹ് പറയാണ്, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ മസാനിയ تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله. الله نزل أحسن الحديث. അല്ലാഹു ഏറ്റവും സുന്ദരമായ ആ വർത്തമാനമാകുന്ന ഖുർആനിനെ അവൻ അവതരിപ്പിച്ചു. ഏറ്റവും നല്ല വർത്തമാനമായ ഖുർആനിനെ റബ്ബ് അവതരിപ്പിച്ചു. കിതാബൻ, ആ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത മുതശാബിഹൻ, പരസ്പരം സാദൃശ്യമുള്ള വചനങ്ങളാണ് ഖുർആനിലുള്ളത്. മസാനിയ, അത് ആവർത്തിക്കപ്പെടുന്ന വചനങ്ങളാണ്. ആ ആവർത്തിക്കപ്പെടുന്ന വചനങ്ങൾ മുഅ്മിനീങ്ങൾ ഓതുമ്പോൾ എന്തുണ്ടാകുന്നു എന്നോ, തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഹൃദയങ്ങൾക്ക് അത് രോമാഞ്ചമുണ്ടാക്കുന്നു. അല്ലാഹുവിനെ ഭയമുണ്ടോ നമുക്ക്? റബ്ബിൻ്റെ അദാബിനെ ഭയമുണ്ടോ നമുക്ക്? മടങ്ങിപ്പോകേണ്ടതിന് ഭയമുണ്ടോ നമുക്ക്? വിചാരണ റബ്ബിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കേണ്ട ഘട്ടത്തെക്കുറിച്ച് ഓർമ്മയുണ്ടോ? എങ്കിൽ ആ ഭയമുണ്ടെങ്കിൽ നിനക്ക് രോമാഞ്ചമുണ്ടാകുമെന്നല്ല പറയുന്നു. തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, രോമാഞ്ചമുണ്ടായി കഴിഞ്ഞാൽ സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്, പിന്നെ അതാ അവരുടെ തൊലികളും ഹൃദയങ്ങളുമൊക്കെ റബ്ബിനെ ഓർക്കുന്നതിലേക്ക് ലോലമാകുകയാണ്. ഇത് മുഅ്മിനീങ്ങളുടെ ഗുണമാകുന്നു എന്ന് ഖുർആൻ തദബ്ബുറോടുകൂടെ ഓതുന്നവരുടെ ഗുണമാകുന്നു. 5, ആറാമതായി ഒരൊറ്റ ഗുണം കൂടി പണ്ഡിതന്മാർ പറയാ, അസ്സുജൂദു തഅളീമൻ ലില്ലാഹ്. അല്ലാഹനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ചില വചനങ്ങൾ അങ്ങോട്ട് ഓതുന്ന സമയത്ത് അവൻ സുജൂദിൽ വീഴുന്നു. നമ്മൾ സുജൂദ് എപ്പോഴാ? ഖുർആനിൽ അടയാളം ഉണ്ടോ നോക്കിയിട്ടാണ് നമ്മൾ നടക്കുക. ആ അടയാളം ഉണ്ടെങ്കിൽ അത് സുജൂദ് ചെയ്യേണ്ട സ്ഥലമാണ് അല്ലേ? ആ വചനത്തിൽ എന്താ പറഞ്ഞത് എന്ന് മനസ്സിലാക്കിയിട്ടല്ല, ആ വചനത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ഇദാ തുത്ല അലൈഹിം ആയാത്തുർ റഹ്മാനി ഖറൂ സുജ്ജദൻ വബുക്കിയാ. സൂറത്തു മറിയമിൽ അല്ലാഹ് പറഞ്ഞില്ലേ, 58-ാമത്തെ വചനമാണ്. ഇദാ തുത്ല അലൈഹിം ആയാത്തുർ റഹ്മാൻ, പരമകാരുണ്യകന്റെ വചനങ്ങൾ അവർക്ക് ഓതി കേൾപ്പിച്ചു കഴിഞ്ഞാൽ ഖറൂ സുജ്ജദൻ വബുക്കിയാ, അവർ സുജൂദ് ചെയ്തുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് അവർ സുജൂദ് ചെയ്യുന്നത്. റബ്ബിനെ മഹത്വപ്പെടുത്തി. എന്തേ? അവർ അല്ലാഹനെ മനസ്സിലാക്കി, അവൻ്റെ മഹത്വം അവർ മനസ്സിലാക്കി. ഈ നിലക്ക് നിങ്ങൾ ഖുർആൻ ഓദിക്കോ, സൂറത്തിൽ ഫാത്തിഹ മുതൽ നാസ് വരെ ഓദിക്കോ, സഹോദരാ, ജീവിതം നന്നാകും, നിനക്ക് പ്രകാശം കിട്ടും. നീ അല്ലാഹുവിൻ്റെ പടപ്പുകളിൽ പണ്ഡിതന്മാർ പറയുന്നു, അങ്ങനെ ഖുർആൻ ഓതുന്നവർ റബ്ബിൻ്റെ പടപ്പുകളിൽ ഏറ്റവും പരിപൂർണരാണ്. അവർക്കല്ല പ്രകാശത്തിൻ്റെ മേൽ പ്രകാശം നൽകുന്നു. ഇതാണ് ഈ നിലക്ക് ഓതാത്തത് കൊണ്ടാണ് നമ്മുടെ കുടുംബം പരിവർത്തിപ്പിക്കപ്പെടാത്തത്, നമ്മുടെ കുടുംബങ്ങളിൽ വ്യക്തിജീവിതത്തിൽ മാറ്റമില്ലാത്തത് ഇല്ലേ? എൻ്റെ ആളൊക്കെ ഉഷാറാ, പക്ഷേ ഇന്ന കുഴപ്പങ്ങളുണ്ട്, മൂപ്പരായിട്ട് ഇടപാട് നടത്തിക്കൂടാ അല്ലേ? മൂപ്പരെ സ്വഭാവം കുറച്ച് മോശമാണ്. എന്തേ തകരാറ്? വിശുദ്ധ ഖുർആനിൻ്റെ പ്രഭ തൊട്ടറിഞ്ഞിട്ടില്ല, തദബ്ബുർ നടത്തിയിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ സിലബസുമായി നമ്മുടെ പഠനം പുരോഗമിക്കട്ടെ. പഠിച്ച അധ്യായങ്ങളാണെങ്കിലും ആവർത്തിച്ച് വായിക്കട്ടെ, അതിൻ്റെ ങ്ങളിലേക്ക് കടന്നു ചെല്ലട്ടെ. വിശുദ്ധ ഖുർആനാകുന്ന ആ മഹാസമുദ്രത്തിലേക്ക് ഊഴ്ന്നിറങ്ങി അതിലേക്ക് ഊളിയിട്ട് അതിൻ്റെ മുത്തും പവിഴവും വാരിയെടുത്ത് നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും ഭാര്യക്കും മാതാപിതാക്കൾക്കും സമ്മാനിക്കട്ടെ. എന്നിട്ട് നമ്മുടെ കുടുംബം സൗഭാഗ്യപൂർണമായ കുടുംബമാകട്ടെ. ഖുർആനിൻ്റെ പ്രഭയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുക സഹോദരങ്ങളെ. അങ്ങനെ ഖുർആൻ ഓതിയപ്പോഴല്ലേ സഹാബത്ത് മാറിയത്? അങ്ങനെ ഓതിയപ്പോഴല്ലേ സഹാബാക്കൾക്ക് മാറ്റമുണ്ടായത്? ചരിത്രങ്ങളെമ്പാടും എൻ്റെ മുമ്പിലുണ്ട്, പക്ഷെ പറയാൻ നേരമില്ല. 1-2 സന്ദർഭങ്ങൾ നിങ്ങൾ കേട്ട തന്നെയാണ്, പക്ഷെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്കറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ എന്നും റസൂലിൻ്റെ സദസ്സിൽ ഇടതടവില്ലാതെ വന്ന് പ്രവാചകനിൽ നിന്ന് ദീന് പഠിച്ചിരുന്ന സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം അറിയില്ലേ സഹോദരങ്ങളെ?
സൂറത്തുൽ ഹുജറാത്തിലെ ആദ്യ ചില വചനങ്ങൾ അവതരിച്ച സന്ദർഭം എന്താണ്? സത്യവിശ്വാസികളെ, ശബ്ദമുയർത്തുന്ന നേരം, നിങ്ങൾ സംസാരിക്കുന്ന നേരം, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ശബ്ദത്തിന് മീതെ നിങ്ങളുടെ ശബ്ദങ്ങൾ ഉയർന്നു പോകരുത്, അത് അനാദരവാണ്, അങ്ങനെ സംസാരിക്കരുത്. അങ്ങനെ സംസാരിച്ചാൽ നിങ്ങൾ ചെയ്യുന്ന അമലുകൾ നിങ്ങളറിയാതെ നിഷ്ഫലമാകുമെന്ന വചനം ഭൂവനത്തിലേക്ക് അവതരിപ്പിക്കപ്പെട്ട സന്ദർഭം മുതൽ റസൂലിൻ്റെ സദസ്സിൽ എന്നുമുണ്ടായിരുന്ന സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അനല്ലദീ കുൻതു അർഫഉ സൗതി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബിത അമലി അന മിൻ അഹ്ലിൻ നാർ. ഞാനാണ് ആ ശബ്ദമുയർത്തിയ ആൾ, എന്നെക്കുറിച്ചാണ് ആ വചനം അവതരിപ്പിച്ചത്. എൻ്റെ കർമ്മങ്ങൾ നിഷ്ഫലമായി കഴിഞ്ഞിരിക്കുന്നു, ഞാൻ നരകത്തിന് അർഹനായവനാണ് എന്നും പറഞ്ഞിട്ട് മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ഫജലസ ഫീ അഹ്ലിഹി ഹസീന, ദുഃഖിതനായി വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. ഇനി ഞാൻ റസൂലിൻ്റെ സദസ്സിലേക്കില്ല, ഞാനിനി ഇല്ല. അതെന്നെക്കുറിച്ച് പറഞ്ഞതാണ്. ഞാനാണ് മുത്ത് നേതാവിൻ്റെ ശബ്ദത്തിന് മീതെ ശബ്ദമുയർത്തിയത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ പരലോകം ഭയമാണ്. ഹബിത അമലി, എൻ്റെ അമല് നിഷ്ഫലമായി കഴിഞ്ഞിരിക്കുന്നു, ഞാനിനി പ്രവാചകൻ്റെ സദസ്സിലേക്കില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ ഇരിക്കുന്ന സഹാബിയായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു. റസൂൽ സഹാബിയെ അന്വേഷിക്കുന്നു, എവിടെ പോയി സാബിത്ത് ബിൻ ഖൈസ്? കാണുന്നില്ല. സഹാബിമാർ പറഞ്ഞേക്കുന്നു, അന്വേഷിക്കുന്നു, കാര്യം പറയുന്നു, ഇല്ല, മുത്ത് നേതാവിൻ്റെ ശബ്ദത്തിന് മീതെ ഞാനാണ് ഉയർത്തിയത്, ഞാനിനി റസൂലിൻ്റെ സദസ്സിലേക്ക് വരില്ല, ഞാനിനി വരില്ല, എൻ്റെ അമലുകൾ നിഷ്ഫലമായി കഴിഞ്ഞിരിക്കുന്നു എന്ന്. നോക്കൂ നിങ്ങൾ സഹോദര, എന്തിനാണ് ഞാൻ ഈ ചരിത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്? ഖുർആനിലെ ഒട്ടനവധി കൽപ്പനകൾ, അഹ്കാമുകൾ, വിധിവിലക്കുകൾ ഏതെങ്കിലും ഒന്നോതിയ സന്ദർഭത്തിൽ ഇതെന്നെക്കുറിച്ചാണ് പറഞ്ഞത്, ഇതെൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് പടച്ചവനെ, എൻ്റെ അമലിൻ്റെ സ്ഥിതി എന്തായിരിക്കും നാളെ പരലോകത്ത്, എൻ്റെ ജീവിതം എന്തായിരിക്കും നാളെ പരലോകത്ത് എന്നെങ്കിലും നമ്മെ അടക്കി ഭരിച്ചോ ആ ചിന്ത? എന്നെങ്കിലും നമ്മുടെ മനസ്സിനെ വേദനയുണ്ടാക്കിയോ? അതാണ് ഖുർആനും നമ്മളും തമ്മിലുള്ള ജീവിതത്തിൽ ബന്ധം, അതാണ് ഖുർആനിൻ്റെ സ്വാധീനം. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ മനസ്സ് എങ്ങനെ നൊമ്പരപ്പെടാതിരിക്കും, നമ്മുടെ മനസ്സ് എങ്ങനെ വേദനിക്കാതിരിക്കും? എത്ര സംഭവങ്ങൾ ഹദീസിൻ്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. ലമ്മാ നസലത്ത് അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദിഹില്ലായ, ഈ ആയത്ത് അവതരിച്ച സന്ദർഭം ഏതെന്നറിയോ? വിശദീകരിക്കാൻ നേരല്ല. ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ്. സൂറത്തുൽ ബഖറയിലെ വചനങ്ങളാണ് അല്ലേ, വിശദീകരിക്കേണ്ട കാര്യമില്ല, നമുക്കറിയാവുന്ന വചനങ്ങൾ. ഈ വചനം അവതരിച്ച സമയത്ത് നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് റസൂലിൻ്റെ സഹാബത്ത് വരികയാണ്. എന്നിട്ട് ഫജസൗ അല റുകബി, മുട്ടുകുത്തിയിട്ട് മുട്ടിൻകാലിൽ നിന്നിട്ട് റസൂലിൻ്റെ മുമ്പിൽ അതാ അവർ പറയുന്നു, വഖാലു, അവർ പറയുന്നു, ലാ നുതീഖു വലാ നസ്തതിഉ കുല്ലിഫിനാ മിനൽ അമലി മാ ലാ നുതീഖു വലാ നസ്തതിഉ. റസൂലേ, ഈ അവതരിച്ച വചനങ്ങൾ ഞങ്ങൾക്ക് കഴിയാത്തതാണ് നബിയെ, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതാണ് റസൂലേ, എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് വേദനയോടെ, കഴിയാത്ത ഒരു നിയമമല്ലേ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് ആവലാതിപ്പെടുന്ന സഹാബിമാര്. എന്താ, നിങ്ങളുടെ മനസ്സിൽ ഒരു കാര്യം വെളിവാക്കിയാലും വെളിവാക്കിയിട്ടില്ലെങ്കിലും അതിൻ്റെ പേരിൽ അള്ളാഹു നിങ്ങളെ വിചാരണ ചെയ്യുമെന്ന ആയത്ത് അവതരിപ്പിച്ചപ്പോൾ അത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ, ഞങ്ങൾ എന്തു ചെയ്യും? വേദനയോടെ സഹാബത്ത് ചെല്ലുകയാണ് ഇല്ലേ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ അവരോട് പറഞ്ഞത്? ലാ തഖൂലു കമാ ഖാല അഹ്ലുൽ കിതാബി മിൻ ഖബലിക്കും, പൂർവികരായ വേദക്കാർ പറഞ്ഞതുപോലെയുള്ള വർത്താനങ്ങൾ പറയരുത് കേട്ടോ. ഫഖൂലു, നിങ്ങൾ പറയണം സമിഅനാ വ അതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയണം. വലാ തഖൂലു, നിങ്ങൾ പറഞ്ഞരുത് സമിഅനാ വ അസൈനാ എന്ന് പറയരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, സഹാബിമാർ പറഞ്ഞു, ഞങ്ങൾ കേട്ടു, അനുസരിച്ചിരിക്കുന്നു. അള്ളാഹ് അടുത്ത വാചനം അവതരിപ്പിച്ചു കൊടുത്തു, ലഘൂകരണം നൽകി. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ ലഹാ മാ കസബത് വ അലൈഹാ മക്തസബത്. അവരുടെ മനസ്സാണ് ഞാൻ പറയുന്നത്. ഒരു ആയത്തിറങ്ങിയപ്പോൾ അത് ചെയ്യാൻ പറ്റാത്തതിൻ്റെ വേദനയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് അവർ കടന്നു ചെല്ലുകയാണ്. സഹോദരങ്ങളെ, എന്തിനേറെ
സൂറത്തുന്നൂറിലെ ഒരൊറ്റ അവതരണ പശ്ചാത്തലവും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചരിത്രം എൻ്റെ മുമ്പിൽ ഞാൻ ഒരുപാട് രേഖപ്പെടുത്തി വന്നിട്ടുണ്ട്, പറയുന്നില്ല. ആ സംഭവം കൂടെ നിങ്ങൾ ഓർക്കണം. നിങ്ങൾ നോക്കൂ, സംഭവം മഹദിയായ ആയിഷ ബീവി പറയാണ്, ഫഹലഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു അതാ ഒരിക്കൽ സത്യം ചെയ്യുകയാണ്. എന്ത്? ലാ യൻഫഅ മിസ്തഹൻ ബിനാഫിഅത്തിൻ അബദാ, എൻ്റെ ഔദാര്യം പറ്റി ജീവിക്കുന്ന മിസ്തഹിന് ഇനി എൻ്റെ ധനത്തിൽ നിന്ന് ഞാൻ ഒന്നും കൊടുക്കൂല, ഒന്നും ഞാൻ കൊടുക്കൂല. മിസ്തഹ് റളിയല്ലാഹു അൻഹു അപവാദ പ്രചരണത്തിലെ പങ്കാളിയായ ഒരാളായിരുന്നു. ഞാനൊന്നും കൊടുക്കൂല. ഫഅൻസലല്ലാഹു തആല ഹാദിഹിൽ ആയ, ഉടൻ അല്ലാഹു അതാ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയക്കുന്നു, റസൂലിലേക്ക് ആയത്ത് അവതരിപ്പിക്കുന്നു. വലാ യഅ്തലി ഉലിൽ ഫദ്ലി മിൻകും വസഅതി അൻ യുതു ഉലിൽ ഖുർബാ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഹിജറ ചെയ്ത മിസ്കീനുകളായ മസാക്കിനുകളായ അടുത്ത ബന്ധുക്കളായ ആളുകൾക്ക് നൽകില്ലെന്ന് ശപഥം ചെയ്യാൻ നിങ്ങളിൽ കഴിവും ശേഷിയുമുള്ള ആളുകൾക്ക് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആയത്ത് അവതരിപ്പിച്ചപ്പോൾ എന്നിട്ട് അല്ലാഹ് അവസാനം പറയാണ്, എന്ത്? അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്ന വചനം അങ്ങോട്ട് അവതരിപ്പിച്ചു പൂർത്തിയാക്കിയപ്പോൾ ഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബലാ വല്ലാഹി യാ റബ്ബിനാ, കുറിച്ചു വെച്ചോ, നമ്മുടെ മനസ്സിൽ കുറിച്ചു വെച്ചോ, ബലാ വല്ലാഹി യാ റബ്ബനാ ഇന്നാ ലനുഹിബ്ബു അൻ തഗ്ഫിറ ലനാ വആദ ലഹു ബിമാ കാന യസ്നഉ, അല്ലാഹുവേ ഞങ്ങളുടെ റബ്ബേ, ഇന്നാ ലനുഹിബ്ബു അൻ തഗ്ഫിറ ലനാ, പഠിച്ചവരെ ഞങ്ങൾക്ക് നീ പൊറുത്തു തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞാൻ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തിരിക്കുന്നു. മിസ്തഹിന് ഞാൻ ആദ്യം കൊടുത്തതൊക്കെ ഞാൻ കൊടുക്കും, തുടരുമെന്ന് അവിടുന്ന് പറഞ്ഞു. സഹോദരാ, നിന്റെ സഹോദരനോട് നിനക്ക് ഈർഷ്യതയുണ്ട്, നിനക്ക് വെറുപ്പുണ്ട്, നിന്റെ സഹോദരനുമായി ഒട്ടനവധി വിഷയങ്ങൾ നീ ഉടക്കി നിൽക്കുന്നു. പക്ഷേ നീ ചിന്തിച്ചു നോക്ക്, വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറില്ല അല്ലേ? വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ തയ്യാറില്ല. റബ്ബിൻ്റെ വചനം, റബ്ബിൻ്റെ ചോദ്യം നിന്റെ മനസ്സിനെ, എൻ്റെ മനസ്സിനെ അടക്കി ഭരിക്കേണ്ടതില്ലേ? എന്ത്? അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ലേ, ഇഷ്ടപ്പെടുന്നില്ലേ? അല്ല പുറത്തു തരണമെങ്കിൽ സ്നേഹജനങ്ങൾക്ക് നിങ്ങൾ വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു വന്നു. എടുത്ത തീരുമാനത്തിൽ മാറ്റമുണ്ടായി. അതാണ് ജീവിതം. അതായിരുന്നു സഹാബത്ത്. സലഫിൻ്റെ മൻഹജ് എന്ന് പറഞ്ഞാൽ അത് പറയാനുള്ളതല്ല, ജീവിതത്തിൽ അത് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലും അത് പിൻപറ്റേണ്ടതുണ്ട്. ആ നിലക്കായിരിക്കട്ടെ നമ്മുടെ ഖുർആൻ പാരായണം. അതിന് ഈ പരിപാടിയും തുടർന്നുള്ള നമ്മുടെ പ്രോഗ്രാമുകളും ഒക്കെ നമുക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ആത്മാർത്ഥമായി ദുആ ചെയ്യാണ്. അതല്ലാതെ അള്ളാഹുവിൻ്റെ റസൂൽ മുന്നറിയിപ്പ് നൽകിയൊരു വിഭാഗമുണ്ട്. അതാരാന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവസാന കാലാകുമ്പോൾ യഖറഊനൽ ഖുർആൻ, ഖുർആൻ ഓതുന്ന ചില ആളുകൾ വരും. ലാ യുജാവിസു ഹനാജിറഹും, അവരുടെ തൊണ്ട വിട്ട് താഴേക്ക് ഖുർആനിൻ്റെ ആശയം കടന്നു ചെല്ലൂല. യംറുഖൂന മിനദ്ദീനി കമാ യംറുഖുസ് സഹ്മു മിനർ റമിയ, വേട്ടമൃഗത്തെയും തുളച്ച് അമ്പങ്ങ് കടന്നു പോകുന്നത് പോലെ ഇസ്ലാമിൽ നിന്നവർ പുറത്തു പോകുന്നവരാണ്. ഖുർആനൊക്കെ ഓതും. എന്താ കരവരെ ഖുർആനോത്ത്? വളരെ സുന്ദരമായി ഖുർആനോതും. ജീവിതത്തിലില്ല, ഒരു ബന്ധമില്ല. അവർ അള്ളാഹുവിൻ്റെ റസൂൽ മുന്നറിയിപ്പ് നൽകിയ പിഴച്ച കക്ഷികളിൽപ്പെട്ട ആളുകളാണെന്ന ഒരു തിരിച്ചറിവ് കൂടെ നമുക്കുണ്ടാകട്ടെ. സർവ്വലോക പരിപാലകനായ നാഥൻ വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അതിനോട് നീതി പുലർത്തുവാനും അങ്ങനെ നാളെ പരലോകത്ത് അവൻ്റെ ഉന്നതമായ സ്വർഗം നേടിയെടുക്കുവാനും നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്ന അവൻ പ്രശംസിച്ച നല്ലവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒത്തുചേർന്നതുപോലെ സ്വർഗത്തിൽ അവൻ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ അവൻ നന്നാക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ അവൻ ബർക്കത്ത് ചൊരിയുമാറാകട്ടെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉരുവിട്ടുകൊണ്ട് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ പടച്ചവനെ ഞങ്ങളെ നീ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.